ഗോപികൃഷ്ണൻ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ പ്രശ്നത്തെക്കുറിച്ചാണ്. രണ്ടുപേർക്കും ഭൂരിപക്ഷമില്ലാതെ വരുന്ന BJP നേതൃത്വം കൊടുക്കുന്ന NDA നമ്മൾ പൂർണ്ണമായി എഴുതി തള്ളണ്ട ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് എന്റെ അഭിപ്രായം. അത് NDA നേടുന്ന സീറ്റുകളുടെ കണക്കനുസരിച്ചല്ല, NDA നേടുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ വേണം NDAയുടെ രാഷ്ട്രീയ പ്രസക്തിയെ കാണാൻ എന്ന അഭിപ്രായം എനിക്കുണ്ട്. NDA ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നേമം, കഴക്കൂട്ടം, പാലക്കാട്, ചാത്തന്നൂർ, അതേപോലെ മഞ്ചേശ്വരം സീറ്റുകളിൽ അവർക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്നതാണ് അവരുടെ ആത്മവിശ്വാസവും കണക്കൂട്ടലും ഒക്കെ. ഇനി അതൊന്നുമില്ലെങ്കിലും അവർ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ള പാർട്ടിയാണ്. അവരുടെ വോട്ട് വിഹിതം ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് 16ഓ 20ഓ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് മുന്നണിയെ ബാധിക്കും എന്നതിലാണ് NDAയുടെ രാഷ്ട്രീയ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിലുള്ളതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഏതാണ്ട് 12.5% വോട്ടിൽ നിന്ന് അവർക്ക് 15 മുതൽ 16% വരെ വോട്ടിലേക്ക് അവരുടെ വോട്ട് വിഹിതത്തെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ 2 മുന്നണികളിൽ ആരുടെയും ഒരാളുടെ സാധ്യതയെ അത് കാര്യമായി ഗണ്യമായി ബാധിക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ NDAയുടെ സീറ്റ് നേട്ടം എന്ന വിജയപ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് NDAയുടെ സാന്നിധ്യം, NDA പിടിക്കുന്ന വോട്ടുകൾ അത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ സ്പോയിലറായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും എന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ പ്രസക്തി. അതിനപ്പുറത്ത് ഇപ്പോൾ ചില എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന പോലെ 11ഉം 14ഉം സീറ്റും ഒക്കെ NDAക്ക് കേരളത്തിൽ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയ സാന്നിധ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് എന്റെ അഭിപ്രായം. എനിക്ക് തന്നെ 2 ഫോൺ കോള്. ഒന്ന് RSS കേന്ദ്രങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള അപ്പയൊന്നുമല്ല, അത്യാവശ്യം കൊള്ളാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞു ആഷ്മി ആര് ജയിക്കും, ഞാൻ പറഞ്ഞു അറിയില്ലായിരുന്നു പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു നാളെ LDF ജയിക്കും, ഉറപ്പായും ജയിക്കും. എന്താണ് ചോദിച്ചു, നാളെ പറയാമെന്ന് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ ഒരു ഫോൺ കോള് LDFന് വേണ്ടി പ്രചരണ CPM വേണ്ടി ക്യാമ്പയിൻ ഇറങ്ങുന്ന ഈ തീരദേശ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് തീരദേശ ബെൽറ്റിലുള്ള 49 മണ്ഡലങ്ങളിൽ 40 മണ്ഡലങ്ങളും കഴിഞ്ഞ നമ്മൾ ജയിച്ച LDF ആണ്. ഇക്കുറി അവർക്ക് അവിടെ ഗണ്യമായ നഷ്ടമുണ്ടാകാൻ പോകുന്നു. കയർ കശുവണ്ടി മേഖല നഷ്ടമുണ്ടാകും. ഞാൻ പറയാൻ കാരണം നമുക്കറിയാത്ത ഫാക്ടറികൾ, നമുക്കറിയാത്ത മേഖലകളിൽ നിന്ന് വോട്ട് പോക്ക്, വോട്ട് വരവ് ഒക്കെ ചേർന്നൊരു ഫലം കൂടിയാവും നാളെ വരിക. അത് എക്സിറ്റ് പോളിൽ നിന്ന് കാണുന്ന വോട്ടുകൾ ഇതൊന്നും. ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, അതായത് ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. സാധാരണ ഒരു ആലസ്യത്തിൽ നിൽക്കുന്നതാണ് ഞായറാഴ്ച അവധിയുടെ. അപ്പോൾ തിങ്കളാഴ്ച ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു, ദിസ് ഈസ് ദ ഫസ്റ്റ് സൺഡേ ഇൻ ദ ഹിസ്റ്ററി ദാറ്റ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ എ മൺഡേ. അപ്പൊ നാളെ തിങ്കളാഴ്ചക്ക് വേണ്ടി എല്ലാവരും മാത്രമേ തിങ്കളാഴ്ച ആരുടെ നല്ല ദിവസം എന്നാണ് തീരുമാനിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.